Praise the Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. നന്ദിയോട് സ്തോത്രം. Hallelujah. താങ്ക് യു ലോർഡ്. കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി സ്തുതി ചെയ് മാനാമേ നിത്യവും നിൻ ജീവനാഥ യേശുവേ സ്തുതി ചെയ് മാനാമേ നിത്യവും നിൻ ജീവനാഥ യേശുവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. വേഴ്സ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന തിരുവചന ഗ്രൂപ്പ് വഴി കർത്താവേ, ഈ രാവിലെ സമയം ദൈവജനത്തിൻ്റെ സന്ദേശങ്ങൾ കർത്താവെ ആത്മീയ വീക്ഷണത്തിൽ കാണുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, ആത്മീയമായും ധൈര്യപ്പെടുവാൻ ഞങ്ങൾ ദിവസത്തിലേക്ക് അടുത്തു വരുന്നു. ഇന്നത്തെ വചനത്തിൻ്റെ ശുശ്രൂഷ അനുഗ്രഹമാക്കണം. വിശേഷിയാൽ കർത്താവേ സ്തോത്രം, ഇന്നു മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങളിൽ നിന്നും കർത്താവേ 7 സഭകൾക്കുള്ള ആത്മീയ സന്ദേശത്തെക്കുറിച്ച് ദൈവികമായ ആലോചനകൾ ഞങ്ങൾ പ്രാപിക്കുവാൻ, പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവിക ജ്ഞാനത്താലും കൃപയാലും സ്വർഗ്ഗം അവിടുന്ന് നിറയ്ക്കണമേ. കേൾവിക്കാരായ ഓരോ വ്യക്തികൾക്കും അത് അനുഗ്രഹവും നന്മയുമാക്കി തീർക്കണമേ. ഈ വചനത്തിൽ, ഈ ഗ്രൂപ്പിൽ കൂടിയുള്ള വചന ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹമായി തീർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, തുടക്കത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം ശക്തമായി ഞങ്ങളെ നടത്തണമേ. വചന വെളിപ്പാടുകളും ആലോചനകളും ദൂതുകളും നൽകണമേ. എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മീയ ബലവും ശക്തിയും പകർന്നു തരേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുനാമഹത്വമാക്കി തീർക്കണം. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, കർത്താവ്, ഈ ഗ്രൂപ്പിൽ സ്ഥിരമായി ശുശ്രൂഷകളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, കൃപയിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കപ്പെട്ട നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. വേഴ്സ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന തിരുവചന ഗ്രൂപ്പിൽ വീണ്ടും ഒരു ശുശ്രൂഷ പരമ്പര ആരംഭിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വിശേഷിയാൽ ഈ ലൈവിൽ ഈ സമയം വാച്ച് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്തൃഭൃത്യന്മാർ, പ്രിയ ജോസഫ് പാസ്, സ്തോത്രം ഷിജു ആൻ്റണി പാസ്, മറ്റെൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ രാവിലെ സമയം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഇന്ന് രാവിലെ ആയിരിക്കുവാൻ കർത്താവ് കൃപ നൽകി. വിശേഷിയാൽ കഴിഞ്ഞ 69 ദിവസങ്ങൾ പിന്നിട്ടത് ചിന്തിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെക്കുറിച്ച് ദൈവം നൽകിയ ആത്മീയ പ്രകാശനങ്ങൾ ലൈവിൽ കൂടെ പകരുവാൻ ദൈവം അടിയന് കൃപ നൽകി. അത് വലിയൊരു ശ്രേഷ്ഠതയും ദൈവകൃപയും ദൈവം കണ്ട വലിയൊരു ആത്മീയ സന്തോഷമായും ഞാൻ കരുതി കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ആ ലൈവിൽ തുടർച്ചയായി വാച്ച് ചെയ്യുകയും ആത്മീയമായി സന്തോഷപ്പെടുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് മുതൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വെളിപ്പാട് പുസ്തകത്തിലുള്ള 7 സഭകളെക്കുറിച്ചുള്ള ആത്മീയ ചിന്തകൾ, സ്തോത്രം, നമുക്കുള്ള ദൈവിക സന്ദേശങ്ങൾ കർത്താവിൽ നിന്നും പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു. വിശേഷിയാൽ
എല്ലാവരും പ്രാർത്ഥിക്കുക, സഹകരിക്കുക. നമുക്ക് ഒരുമിച്ച് വചനം ചിന്തിക്കാം, വചനം ധ്യാനിക്കാം. ദൈവവചനമാണ് സ്തോത്രം നമ്മെ വഴി നടത്തേണ്ടത്. ദൈവവചനമാണ് നമുക്ക് മാർഗരേഖ നൽകേണ്ടത്. ദൈവവചനമാണ് നമ്മുടെ വഴികാട്ടിയായി, നല്ല ഗൈഡായി കൂടെ നിൽക്കേണ്ടത്. കാരണം വചനം ഉള്ളിലുണ്ടെങ്കിൽ ഒരു ശക്തിയെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. വചനം ഉള്ളിലുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. വചനത്തിൽ കൂടിയുള്ള വിടുതൽ, സ്തോത്രം, വചനത്തിൽ കൂടെയുള്ള ശുദ്ധീകരണം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ ഉപദേശത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഉപദേശത്താലുള്ള ശുദ്ധീകരണം ഓരോ ദിവസവും ഒരു ദൈവ പൈതൽ പ്രാപിച്ചിരിക്കണം. ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നമ്മൾ, സ്തോത്രം, തുടർമാനമായി ദൈവവചനത്തിൽ കൂടിയുള്ള ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറേണ്ടതാണ്. ആ വ്യക്തിയാണ് ക്രിസ്തുവിന് മുമ്പിൽ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമേ ഇല്ലാത്ത നിഷ്കളങ്കയും നിർമ്മലവുമായ ആ സ്തോത്രം നല്ല കന്യകയായി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്തൃഭൃത്യൻ സ്തോത്രം എന്നെ ഈ ദൗത്യം ഫലമേൽപ്പിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചു. ദൈവം നൽകിയ ചില ആത്മീയ സന്ദേശങ്ങൾ സ്തോത്രം ശുശ്രൂഷിക്കുവാൻ ഞാനും താല്പര്യപ്പെടുന്നു. വളരെ ഭയത്തോടും വളരെ സ്തോത്രം ദൈവകൃപയിലും ആശ്രയിച്ചാണ് ഈ ശുശ്രൂഷ ഞാൻ ഇന്ന് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് വളരെ സ്തോത്രം കാഠിന്യമേറിയ ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ പിന്നിൽ നമ്മൾ ആത്മീയരായവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പൈശാചികമായ വളരെ പോരാട്ടങ്ങൾ സഹിക്കേണ്ടതും നേരിടേണ്ടതുമായ ഒരു മേഖലയാണ് വെളിപ്പാട് പുസ്തകത്തിലെ ധ്യാനങ്ങൾ. എന്നാൽ ഞാൻ വെളിപ്പാട് പുസ്തകം മുഴുവനും ചിന്തിക്കുവാനോ അല്ലെങ്കിൽ പ്രസംഗിക്കുവാനോ ധ്യാനിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. 7 സഭകളെക്കുറിച്ചുള്ള ദൂതുകൾ മാത്രമാണ് അടുത്ത ദിനങ്ങളിൽ ഈ ലൈവിൽ ആത്മീയ മന്ന എന്ന ഈ പ്രഭാത സന്ദേശത്തിൽ കൈമാറുന്നത്. പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തോത്രം 69 ദിവസങ്ങളുള്ള അപ്പോസ്തല പ്രവർത്തന ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്ത പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിബിൻ തൻ്റെ നല്ല യൗവനത്തിൽ ഇങ്ങനെ ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടെ അനുഗ്രഹീതമായ ഒരു ഗ്രൂപ്പ് ആരംഭിക്കുവാനും ഇത് നാളിതുവരെയും കൊണ്ടുവരുവാനും ഇതിൽ കൂടെ അനേക ആത്മീയ സന്ദേശങ്ങൾ ജനലക്ഷങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും തൻ്റെ ദാസനും കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. സ്തോത്രം. ഞാനും വളരെ പ്രാർത്ഥനയോടുകൂടെയും ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, തിരുവചനത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനവും പഠന പരമ്പരകളും അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും സ്തോത്രം വാദപ്രതിവാദങ്ങളും ഒന്നും ഇന്നും നിലച്ചിട്ടില്ല. സ്തോത്രം. അത് ഇനിയും നിലയ്ക്കത്തുമില്ല. അത് ക്രിസ്തുവിൻ്റെ വരവ് വരെയും ഉണ്ടാകും. അതിലെ ഉപദേശ വിഷയങ്ങൾ, കർത്താവിൻ്റെ വരവുമായി സംബന്ധിക്കപ്പെട്ട പല കാര്യങ്ങളിൽ ഇന്നും തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എനിക്കൊരു കാര്യം വളരെ സ്നേഹത്തോടെ പറയുവാനുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അനന്തര സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടത്തപ്പെടുമ്പോഴും നമുക്ക് എഴുതപ്പെട്ട് ലഭിക്കപ്പെട്ട പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഉണരാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് വരുമെന്ന് പറഞ്ഞല്ലോ, നിശ്ചയമായും കർത്താവ് വരിക തന്നെ ചെയ്യും. ആ കർത്താവിൻ്റെ വരവെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാമല്ലോ. ആ ഒരു നല്ല അനുഭവം പ്രാപിക്കുവാൻ, നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നത് അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ ശുശ്രൂഷയും അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാണ് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ഇന്ന് ഞാൻ മുഖവരയായി ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. കർത്താവ് അനുവദിച്ചാൽ നാളെ സ്തോത്രം യോഹന്നാനുണ്ടായ വെളിപ്പാടിനെ കുറിച്ച്, യോഹന്നാനുണ്ടായ ക്രിസ്തു വെളിപ്പാട്, ഈ വിഷയത്തെക്കുറിച്ച് ശുശ്രൂഷിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ന്
സ്തോത്രം, ഇതൊരു ആത്മീയ ശുശ്രൂഷയാണെങ്കിലും വചനത്തിൻ്റെ പിൻചരിത്രങ്ങളും അതിനെക്കുറിച്ചുള്ള ചില ആമുഖങ്ങളും പറയേണ്ടത് സ്തോത്രം അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യത തിരുവചനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങൾ. സുവിശേഷം എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നൊരു പദമാണ് 4. സുവിശേഷം 4 സുവിശേഷം 1 അത് യേശു ക്രിസ്തുവാണ്. എന്നാൽ സുവിശേഷ പുസ്തകങ്ങൾ 4 മത്തായിയുടെ സുവിശേഷമെന്നും മർക്കോസിൻ്റെ സുവിശേഷമെന്നും ലൂക്കോസിൻ്റെ സുവിശേഷമെന്നും യോഹന്നാന്റെ സുവിശേഷമെന്നും പേരിൽ 4 സുവിശേഷ പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 4 പേരുടെ വീക്ഷണങ്ങൾ, 4 രീതിയിലുള്ളതായ പഠനങ്ങൾ, സ്തോത്രം, ആത്മീയ സന്ദേശങ്ങൾ എഴുതിയിരിക്കുന്നു. ഏക ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുമുള്ള 21 ഈടുറ്റ ലേഖനങ്ങൾ സഭയുടെ നടപടിക്രമങ്ങളും സഭയുടെ സ്തോത്രം നിയമങ്ങളും ദൈവവൈതൽ സമൂഹത്തിൽ, സഭയിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ളതായ ഉപദേശങ്ങളും ഉപദേശത്തിൻ്റെ സത്യങ്ങളും അടങ്ങിയ ലേഖനങ്ങൾ അത് സഭകളിൽ വായിക്കുകയും പ്രബോധിപ്പിക്കുകയും പ്രബോധനം കൈക്കൊള്ളുകയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യണമെന്നുള്ള ആഹ്വാനം കൊടുക്കുന്ന പുസ്തകങ്ങൾ, ലേഖനങ്ങൾ. എന്നാൽ അവസാന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏക പ്രവചന പുസ്തകമായി നിലനിൽക്കുന്നു വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ നമ്മുടേതായ ചിന്തകൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, രണ്ടാം വരവിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച്, അന്തിക്രിസ്തുവിനെക്കുറിച്ച്, സ്തോത്രം, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെക്കുറിച്ച്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ച്, സ്തോത്രം, കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച്, വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച്, പുതിയ യെരൂശലേമിനെ കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഇതൊന്നും നമുക്ക് ഒരറിവും വ്യക്തമാക്കി പ്രാപിക്കുവാൻ കഴിയത്തില്ല. മറ്റ് പ്രവചന പുസ്തകങ്ങളിലും സുവിശേഷങ്ങളിലുമൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ സ്തോത്രം സന്ദേശങ്ങൾ കൈമാറുന്നു എന്നുള്ളതല്ലാതെ വ്യക്തതയുള്ളതായ അല്ലെങ്കിൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ അതിനെ നമുക്ക് കുറെ കൂടെ സ്തോത്രം ആഴമായി പഠിക്കുവാനുള്ളൊരു മേഖല ലഭിക്കത്തില്ലായിരുന്നു. വെളിപ്പാട് പുസ്തകം നമുക്ക് ലഭിക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യാം. ഏറ്റവും വലിയൊരു കാര്യം പിശാചിൻ്റെ അന്ത്യത്തെക്കുറിച്ചും അവൻ്റെ നാശത്തെക്കുറിച്ചും അവൻ്റെ പര്യവസാനം ഏത് മേഖലയിൽ ചെന്നെത്തി നിൽക്കുമെന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ പഠിപ്പിക്കലുകൾ, വ്യക്തമായ ഉപദേശം നൽകുന്ന പുസ്തകം കൂടിയാണ് വെളിപ്പാട് പുസ്തകം. സ്തോത്രം. ഇത് വെളിപ്പാട് പുസ്തകമെന്ന് യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നും അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട മഹത്തായ ഒരു പുസ്തകമാണ്. സ്തോത്രം. വായനക്കാർക്ക് അല്പം ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളും വായിക്കുമ്പോൾ പൊതുവേ ദൈവജനം പറയുന്നത് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഉറക്കം വരാം എന്ന് പറഞ്ഞാൽ അല്പം ഗഹനമേറിയ വിഷയങ്ങളാണ്. വായിച്ചാൽ ഒറ്റ വായനയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത നിരവധി ഭാഗങ്ങൾ ഇതിലുണ്ട്. എന്നാൽ ഒരു കാര്യം ഇതിൽ വ്യക്തമായി പറയുന്നു: ഈ പ്രവചന പുസ്തകത്തെ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും ഭാഗ്യവാന്മാരാണെന്നും വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രവചന പുസ്തകം ഇന്നു മുതൽ നമ്മൾ സ്തോത്രം ഇതിൻ്റെ ആരംഭത്തിലുള്ള 3 അധ്യായങ്ങൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും ആത്മീയ സന്ദേശങ്ങൾ അനുഭവിക്കുവാനും നമ്മൾ തുനിയുമ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട്: അതിൻ്റെ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ എഴുതപ്പെട്ടതിൽ ഗഹനമേറിയ വിഷയങ്ങളുണ്ട്. അതൊരു പക്ഷേ നമുക്ക് വേണ്ടുന്ന വണ്ണം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് വായിക്കുകയും പ്രമാണിക്കുകയും സ്തോത്രം ഇത് കേൾക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രവചനത്തെക്കുറിച്ചുള്ള പഠനം ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇത് പ്രവചന പുസ്തകമാണെന്ന് ഇതിൽ സ്തോത്രം 4-5 പ്രാവശ്യം വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. 1:3, 22:18 ഒക്കെ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 7കളുടെ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 7 സഭകൾ, 7 മുദ്രകൾ, 7 കാഹളം, സ്തോത്രം, 7 ക്രോധകലശങ്ങൾ, ഇങ്ങനെ തുടങ്ങി 7കളുടെ ഒരു പുസ്തകമാണ്. അവസാനം കർത്താവ് ചെയ്യുന്ന പുതിയ കാര്യത്തിൻ്റെ 7 അനുഭവങ്ങൾ പറഞ്ഞ് ഈ പ്രവചന പുസ്തകം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 7കളുടെ ഒരു പ്രധാന പുസ്തകം കൂടെയാണ് സ്തോത്രം ഈ വെളിപ്പാട് പുസ്തകം. ഇതിൽ എഴുത്തുകാരനെ കുറിച്ച് 1:1 തന്നെ കാണുന്നുണ്ട്. നമ്മളവിടെ കാണുന്നു, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ള തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. നമ്മളവിടെ കാണുന്നു, യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ്റെ മറ്റു പുസ്തകങ്ങളിലെങ്ങും ലേഖകനെ കുറിച്ച് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാനെ കുറിച്ച് സ്തോത്രം അത് എഴുതിയതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കുറവാണ്. ലേഖനങ്ങളിലും അത് കുറവാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, ഈ പുസ്തകം എഴുതിയത് യോഹന്നാൻ ആണ്. യോഹന്നാനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ AD 265 ശേഷം ചില തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടായി. ഈ പുസ്തകം എഴുതിയത് ഈ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാനല്ല, മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനാണെന്നൊക്കെയുള്ളൊരു വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായെങ്കിലും അതൊന്നും സ്തോത്രം വിലപ്പോയില്ല. കാരണം ഇത് യോഹന്നാൻ അപ്പോസ്തലന് തന്നെയാണ് ലഭിക്കപ്പെട്ടതെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നു. ചരിത്രകാരന്മാരായ പലരും അത് തങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം ജസ്റ്റിൻ മാർട്ടിയർ, അതുപോലെ തന്നെ സ്തോത്രം മിലേത്തോസ്, തെയോഫിലോസ്, ഐറേനിയസ്, തെർത്തുല്യൻ, ക്ലെമന്റ്, ഒറിഗൺ തുടങ്ങിയ സഭാപിതാക്കന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ഈ കാര്യം ഉറപ്പിച്ചതാണ്. ലേഖകൻ, ഇതിൻ്റെ എഴുത്തുകാരൻ യേശുക്രിസ്തുവിൻ്റെ മാർവോട് ചാഞ്ഞിരുന്ന, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനരികെ നിന്ന യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ്. അതിന് എതിരായുള്ള വാദങ്ങൾ വന്നെങ്കിലും അതൊന്നും വിലപ്പോയില്ല, അതിനൊന്നും സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും വിശ്വസിക്കപ്പെടുന്നത് ഇത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന അപ്പോസ്തലനായ സ്തോത്രം യോഹന്നാൻ തന്നെയാണ്. ഇതിൻ്റെ എഴുതിയ കാലത്തെക്കുറിച്ച് പറയുന്നത് AD 6-നും 95-നും 98-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ സ്തോത്രം എഴുതിയെന്നാണ്, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് എഴുതപ്പെട്ടെന്നാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനൊക്കെ പല ചരിത്ര കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ പഠനത്തോടുള്ള വിഷയത്തിൽ 1-2 കാര്യങ്ങൾ മുഖവരിയായി ഷോർട്ടായി പറയുന്നേ ഉള്ളൂ. ഇത് എഴുതുവാനുണ്ടായ സാഹചര്യം, സ്തോത്രം, സഭയുടെ ശൈശവദശയിൽ റോമാക്കാരിൽ നിന്നും വളരെ പീഡനങ്ങളും വേദനകളും കഷ്ടതകളും ദൈവസഭ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ദൈവജനത്തെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും വേണ്ടിയാണ് ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് സ്തോത്രം ഒരു ചിലർ പറയുന്നു അന്ത്യോക്യയിൽ വെച്ച് എഴുതിയെന്ന്. എന്നാൽ ആ വാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിൽ ഈ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് സ്തോത്രം ഇതെഴുതപ്പെട്ടത് പത്മോസ് എന്ന ദ്വീപിൻ്റെ നടുവിൽ വെച്ച് യോഹന്നാൻ എഴുതിയെന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാടുകടത്തി. ആ കാലഘട്ടങ്ങളിൽ ആ കുറ്റവാളികളെ തനിയെ പാർപ്പിച്ചിരുന്ന ഒരു ദ്വീപാണ് പത്മോസ്. ചരിത്രം പറയുന്നത് യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടിട്ടും കൊല്ലുവാൻ കഴുകന്മാരും വിഷപ്പാമ്പുകളും നിറഞ്ഞതായ
ആ പത്മോസിന്റെ ദ്വീപിലേക്ക് നാടുകടത്തി. അങ്ങനെയെങ്കിലും യോഹന്നാൻ മരിക്കുമല്ലോ എന്ന് ചിന്തിച്ച്. എന്നാൽ യോഹന്നാന് മരണം അവിടെ സംഭവിച്ചില്ല. സ്തോത്രം. യോഹന്നാൻ അവിടെ ദൈവിക വെളിപ്പാട് പ്രാപിച്ച്, ദൈവിക സന്ദേശം പ്രാപിച്ച്, ദൈവികമായ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച്, നിത്യതയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പാടുകൾ പ്രാപിച്ച് പുറത്തു വരികയും, ഹല്ലേലൂയ, അതിനുശേഷം അന്ത്യോക്യയിൽ സഭയിൽ ശുശ്രൂഷകനായി തുടർന്നുവെന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. എന്തുമായിക്കൊള്ളട്ടെ, ഇത് പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് ദൈവം പറഞ്ഞു കൊടുത്ത ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തിയത് താൻ എഴുതി വെച്ചതാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകത്തിന് ചില പ്രാധാന്യതകൾ നമ്മൾ ചിന്തിച്ചാൽ, ഹല്ലേലൂയ, ഈ പുസ്തകം വായിക്കുന്നവരും പ്രമാണിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ള വാഗ്ദത്തം നമുക്ക് ലഭിക്കപ്പെടുന്നുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഉറപ്പും നൽകുന്ന പുസ്തകമാണ് വെളിപ്പാട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവുമായി ചേർത്ത് പഠിക്കുന്ന നല്ലൊരു പഠന മേഖലയും ഇതിൻ്റെ സ്തോത്രം അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശേഷിയാൽ കർത്താവിൻ്റെ വരവിനോടും സ്തോത്രം നിത്യതയോടുമുള്ള ബന്ധത്തിൽ, 70 ആഴ്ചവട്ടം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹീതമായ പഠനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും ചേർത്തുള്ള പഠനമുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയാത്ത പലതിൻ്റെയും നിവൃത്തീകരണങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പറുദീസ നഷ്ടപ്പെട്ട ആദിമ മാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടപ്പെട്ടതിൻ്റെ ചരിത്രം വിളമ്പുന്ന ഉൽപ്പത്തി പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ ആ പറുദീസ അല്ലെ ആ നിത്യത തിരികെ കൊടുക്കുന്ന അനുഭവം കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ എല്ലാ നിലവാരത്തിലും ശക്തമായി നിൽക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾ പോകുന്നില്ല. ദൈവം നൽകിയ പ്രകാശനമാണ് 7 സഭകളെക്കുറിച്ചുള്ള ദൂതുകൾ ശുശ്രൂഷിക്കുക. അത് നാളെ മുതൽ അത് തുടരുന്നതായിരിക്കും. പ്രത്യേകിച്ച് സ്തോത്രം അതിൻ്റെ അടുത്ത അധ്യായങ്ങളെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുന്നതല്ലായിരിക്കും. വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ടാണ് വിഭജിച്ച് പഠിക്കുവാൻ കഴിയുന്നത്. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. 1-ാം അധ്യായം യോഹന്നാൻ കണ്ട യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2-3 അധ്യായങ്ങളിൽ സ്തോത്രം സഭകളെക്കുറിച്ചുള്ള ദൂതാണ് എഴുതിയിരിക്കുന്നത്. 4 മുതൽ അതിൻ്റെ 22-ാം അധ്യായം വരെയും മേലാൽ സംഭവിക്കാനുള്ളത്. 4-ാം അധ്യായത്തിൽ യോഹന്നാനോട് ദൈവം പറയുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ കടന്നു പോകുകയും സ്വർഗീയ ആരാധനയുടെ മഹത്വം, യോഗ്യനായ ക്രിസ്തുവിന്റെ ദർശനം, 24 മണിക്കൂറും സ്തോത്രം വിശ്രമം കൂടാതെ ആരാധിക്കുന്ന ആരാധനയുടെ സ്തോത്രം കേന്ദ്ര ബിന്ദുവായ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളവിടെ കാണുന്നു. പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി ആരെയും കാണായികയാൽ ഏറ്റവും കരയുമ്പോൾ ഒരുത്തൻ വന്ന് പറയുന്നു, സ്തോത്രം, കരയണ്ട, പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി ഒരുവനുണ്ട്. അവന്റെ രക്തം കൊണ്ട് ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആ ക്രിസ്തുവിന്റെ 2-ാം വരവിൽ സ്തോത്രം ക്രിസ്തുവിനോടുകൂടെ നമ്മൾ വസിക്കുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്നതായ ക്രൂരമായ അനുഭവങ്ങൾ, 3.5 വർഷങ്ങൾ, 7 വർഷം സ്തോത്രം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ യഹൂദന്മാർക്കും കൈവിടപ്പെട്ടവർക്കും ഉണ്ടാകുന്ന ക്രൂരമായ അനുഭവങ്ങൾ, അതിനനന്തരം ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്,
ഈ ഭൂമിയിൽ 1000 ആണ്ട് വസിക്കുന്നത്. അതിനുശേഷം സ്തോത്രം ഹല്ലേലൂയ വെള്ളസിംഹാസനത്തിലിരുന്ന് സകല ജാതികളെയും ന്യായം വിധിച്ച് സാത്താനെയും അവന്റെ കൂട്ടരെയും അവർക്ക് വേണ്ടി ഒരുക്കിയ നിത്യ തീപ്പൊയ്കയിൽ തള്ളിയിട്ടിട്ട് നിത്യതയെ പുതുവാന ഭൂമിയും പുതിയ ആകാശം പുതിയ ഭൂമിയും സൃഷ്ടിച്ച് സ്തോത്രം നിത്യമായി ക്രിസ്തുവിനോട് വസിക്കുന്ന ഒരാനന്ദ അനുഭവം ഓർപ്പിച്ചാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1-ാം അധ്യായത്തിൽ യോഹന്നാന്റെ പത്മോസിന്റെ കഷ്ടതയിൽ ആരംഭിച്ചെങ്കിൽ അതിന്റെ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്ന ഒരനുഭവത്തിൽ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോടുകൂടെ ദുഃഖമില്ല, കണ്ണീരില്ല, നിലവിളിയില്ല, ആ സ്വത്രം ആ വേദനയില്ലാത്ത ഒരു നിത്യമായ അനുഭവത്തിൽ ജീവിക്കുന്ന സന്തോഷകരമായ ഒരു അനുഭവം പറഞ്ഞാണ് വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നത്. വായിക്കുവാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും ഗ്രഹിക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും വെളിപ്പാട് പുസ്തകത്തിന്റെ ധ്യാനങ്ങളും പഠനങ്ങളും ചിന്തകളും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവനെ ഉറപ്പിക്കുന്നതാണ്, അവനെ ധൈര്യപ്പെടുത്തുന്നതാണ്. 1-ാം അധ്യായത്തിൽ ഒറ്റയ്ക്കിരുന്ന സ്തോത്രം യോഹന്നാനെയാ കാണുന്നതെങ്കിൽ അവസാനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോടു കൂടെ ഇരിക്കുന്ന ഹല്ലേലൂയ അനുഭവത്തെ വെളിപ്പെടുത്തുന്നു. 1-ാം അധ്യായത്തിൽ വേദനിക്കുന്ന ഒറ്റയ്ക്ക് കഷ്ടതയിൽ പത്മോസിന്റെ ഏകാന്തതയിൽ ഇരിക്കുന്ന അനുഭവമാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ കോടാകോടി വിശുദ്ധന്മാരോടൊപ്പം നിത്യതയിൽ ക്രിസ്തുവിനോടൊപ്പം ഹല്ലേലൂയ വസിക്കുന്ന ഹല്ലേലൂയ പുതുവാന ഭൂമിയിൽ നിലനിൽക്കുന്ന അശ്രേഷ്ഠമായ ജീവവൃക്ഷത്തിന്റെ ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ജീവജല നദികളുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തീരത്തുകൂടെ നടക്കുന്ന ആ സന്തോഷകരമായ അനുഭവം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിൽ കർത്തൃദിവസത്തിലെ ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട് പറയുന്നെങ്കിൽ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ നിത്യതയിലുള്ള ആരാധനയുടെ ആ മഹത് അനുഭവങ്ങൾ അനുഭവിക്കുവാനും പ്രാപിക്കുവാനും കഴിയുമെന്നതിനെ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് നൽകുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ ഒറ്റയ്ക്ക് നിന്ന യോഹന്നാനെ സ്തോത്രം വലിയൊരു കൂട്ടത്തിന് നടുവിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഹല്ലേലൂയ അവനെ സ്തോത്രം മഹത്വത്തെ കാണിച്ചതുപോലെ ഇന്ന് സമയം ഓർക്കുക. ഹല്ലേലൂയ ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ടോ, ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അതിന് നടുവിൽ ദൈവത്തിന് ചില പദ്ധതികൾ നമ്മിൽ കൂടെ ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവസഭയുടെ പ്രധാന കേന്ദ്രമായിരുന്ന യോഹന്നാൻ ഇപ്പോൾ ഏകാന്തതയിൽ പത്മോസിൽ കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പത്മോസിനെ കുറിച്ച് പറയുന്നത് പത്മോസിന്റെ അനുഭവങ്ങൾ ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ പറ്റിയ സാഹചര്യമുള്ളതല്ല. പത്മോസ് എപ്പോഴും ഹല്ലേലൂയ ഭീതി ജനിപ്പിക്കുന്ന അനുഭവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്മോസ് ഒരിക്കലും ഒരു ദൈവ പൈതലിന് അനുകൂലമല്ല. കഴുകന്മാരും വിഷജന്തുക്കളും നിറഞ്ഞതായ സ്ഥലം, ഹല്ലേലൂയ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ സ്ഥലം, വടക്ക് കരിങ്കടൽ, പടിഞ്ഞാറ് ഈജിയൻ കടൽ, തെക്ക് സ്തോത്രം മെഡിറ്ററേനിയൻ കടൽ, ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന ഈ ചിറ്റാസിയയിലെ ഹല്ലേലൂയ സ്തോത്രം 40 മൈൽ പടിഞ്ഞാറായി ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങൾ ഉൾപ്പെട്ട ഒരു ചെറിയ ദ്വീപാണ് ഈ സ്തോത്രം പത്മോസ്. എത്ര കഷ്ടതയുടെ നടുവിലാണ് യോഹന്നാൻ അവിടെ കിടന്നത്. പത്മോസിലേക്ക് ആട് കടത്തപ്പെട്ടവരാരും തിരികെ വന്നിട്ട് ചരിത്രമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവ പദ്ധതി ഉള്ളവനെ ഏത് പത്മോസിൽ കൊണ്ടിട്ടാലും അവൻ അവിടെ വെളിപ്പാട് പ്രാപിക്കും, അവനവിടെ ക്രിസ്തു ദർശനം പ്രാപിക്കും, അവനവിടെ ദൈവശബ്ദം കേൾക്കും, അവനവിടെ ദൈവത്തിന്റെ കരം കാണും, ദൈവത്തിന്റെ ഉറപ്പ് പ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം ജീവിതത്തിന്റെ പത്മോസുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു ആത്മീയ സന്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ പത്മോസിന്റെ അനുഭവത്തിൽ പോകാം. നിന്നോട് കൂടെ നിൽക്കുവാൻ ഒത്തിരി പേരുണ്ടെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പത്മോസിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ പത്മോസിൽ വെച്ചാണ് നിനക്ക് ചില ദൈവീയ ദർശനങ്ങളെ പകരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത്. ഈ പത്മോസിൽ വെച്ചാണ് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് തരുവാൻ പോകുന്നത്. ഈ പത്മോസിൽ വെച്ചാണ് ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പാട് തരുവാൻ പോകുന്നത്. ഈ പത്മോസിൽ വെച്ചാണ് നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് തരുവാൻ പോകുന്നത്. ഈ പത്മോസിൽ വെച്ചാണ് സ്തോത്രം ഭയപ്പെടേണ്ട, ഇതോ ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ സദാകാലവും ജീവനോടിരിക്കുന്നു എന്നുള്ള ശക്തി
ശക്തിയേറിയ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്നും അൽഫയും ഒമേഗയും ആദിയും അന്തവുമാണെന്നുള്ള ഉറപ്പ് പ്രാപിക്കുന്ന സ്ഥലമാണ് പത്മോസ്. സ്തോത്രം. ആർത്തിരമ്പുന്ന തിരമാലകളും ആഞ്ഞടിക്കുന്ന കാറ്റുകളും അതിൻ്റെയൊക്കെ നടുവിൽ ഹല്ലേലൂയ ഏകനായി, സ്തോത്രം, ചരിത്രത്തിൽ പറയുന്നത് അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിൽ കഴുകന്മാർ, സ്തോത്രം, മാംസം തിന്നുവാൻ അടുക്കുന്ന സ്ഥലത്ത് വിഷജന്തുക്കൾ നിറഞ്ഞതായ ദ്വീപിൽ ഒറ്റയ്ക്ക് നിൽക്കിയ യോഹന്നാൻ. പ്രിയ ദൈവമൈതലേ, ക്രിസ്തു നാമനിമിത്തം യോഹന്നാൻ അത് പറയുന്നുണ്ടല്ലോ, തന്റെ സ്തോത്രം പ്രവചന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളുടെ കൂട്ടാളിയായ ദൈവരാജ്യ നിമിത്തം, ദൈവനാമ നിമിത്തം, സ്തോത്രം, ഹല്ലേലൂയ, പത്മോസ് എന്ന ദ്വീപിൽ അകപ്പെട്ട യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ കാണുന്നു, ക്രിസ്തുവിന്റെ നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിൽ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന് ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ദൈവവചന നിമിത്തവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരിക്കുന്നു. മറ്റു തന്റെ പുസ്തകങ്ങളിലൊന്നും തന്നെ കുറിച്ചുള്ള സ്വതന്ത്ര കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു എഴുത്തുകാരൻ യോഹന്നാനാണെന്ന്. എന്തുകൊണ്ടാണ് പത്മോസിലായത്? താൻ തെറ്റ് ചെയ്തിട്ടല്ല, താൻ കുറ്റം ചെയ്തിട്ടല്ല, തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിയമപരമായ സ്തോത്ര ക്രമക്കേടുകൾ വന്നതുകൊണ്ടുമല്ല. താൻ പറയുന്നു, ദൈവവചന നിമിത്തവും ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തവും ഞാനിപ്പോൾ പത്മോസിലായിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തമാണോ നീ കഷ്ടത അനുഭവിക്കുന്നത്? ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി മുറുകെ പിടിക്കുവാൻ നിന്നതുകൊണ്ടാണോ നീ കഷ്ടത അനുഭവിക്കുന്നത്? ഒരു കാര്യം ഉറപ്പുണ്ട്, നിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരും. നിനക്ക് പുതിയ ചില വെളിപ്പാടുകൾ തരുവാൻ, പുതിയ ചില ദർശനങ്ങൾ നൽകുവാൻ, പുതിയ ചില ആലോചനകൾ തരുവാൻ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ ഈ സഭകളെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ വ്യക്തമായ ഗൈഡൻസ് കൊണ്ടാണ് ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുത്തത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ ധ്യാനം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. കേൾവിക്കാരിൽ ചിലർക്കെങ്കിലും ഇത് നന്മയായി മാറും, ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുക. യോഹന്നാൻ ഒറ്റയ്ക്ക് നിന്ന് വെളിപ്പാട് പ്രാപിച്ചു കൊടുത്തതുപോലെ നിങ്ങളും പ്രതിസന്ധിയുടെ നടുവിൽ, സ്തോത്രം, ദൈവിക ദർശനങ്ങൾ പ്രാപിക്കട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഏതൊരു വിഷയത്തിലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും സഹായവും സഹകരണവും ഒക്കെ നമ്മൾ ആവശ്യപ്പെടണം, അത് വേണം, അതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തോട് നമുക്ക് വ്യക്തിപരമായി പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. തനിച്ചിരുന്ന് പ്രാപിക്കുന്ന, ഇവിടെ പത്മോസിൽ വീണതുകൊണ്ടല്ലേ യോഹന്നാന വെളിപ്പാടുണ്ടായത്? സ്തോത്രം. അപ്പോൾ ഒറ്റപ്പെടുന്ന, കൂട്ടത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന, മാറ്റി നിർത്തുന്ന മേഖലകളിൽ കൂടെ നമ്മൾ കടന്നു പോകാം. മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരാം. സ്തോത്രം. മറ്റുള്ളവർക്കില്ലാത്ത വേദനകരമായ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്നുള്ള ആ ദൈവിക പദ്ധതിയെ നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ അത് തിരിച്ചറിഞ്ഞു. സ്തോത്രം. കർത്തൃ ദിവസത്തിലും ആത്മവിവേചനത്തിലാകുന്ന യോഹന്നാൻ എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന ദിവസം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി യോഹന്നാന്റെ മുമ്പിൽ യേശു ക്രിസ്തു ഇറങ്ങി വന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ നമ്മൾ യോഹന്നാനുണ്ടായ ദർശനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടെന്ന് പറഞ്ഞാണ് തുടങ്ങുന്ന പുസ്തകം. പ്രാപിക്കുന്നെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുന്നവരാരും പിന്മാറിപ്പോകത്തില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുന്നവരാരും പാപം ചെയ്യാൻ പോകത്തില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുന്നവരാരും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്നിട്ടും അകലത്തില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ,
ദൈവിക വെളിപ്പാട് എനിക്ക് തരണം. ദൈവിക വെളിപ്പാട് എനിക്ക് തരണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പുസ്തകങ്ങളിലും വെച്ച് വളരെ പ്രയാസകരമായ മേഖലയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം. ഇന്നും വാദങ്ങളും തർക്കങ്ങളും തീർന്നിട്ടില്ല, തീരത്തുമില്ല. അത് കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടാകും. പക്ഷേ ശാന്തമായിരുന്ന് വചനം പഠിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഒരു കാര്യമുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ദൈവം നൽകുന്ന അനവധി സന്ദേശങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ, അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് തരണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, തനിച്ചാകുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ മുതൽ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഓരോ വാക്യങ്ങളിലും നമ്മൾ കടന്നു ചെല്ലും. ദൈവം നൽകുന്ന സന്ദേശങ്ങൾ, ദൈവം നൽകുന്ന ആത്മീയ ദൂതുകൾ നമ്മുടെ ആത്മീയ വർധനവിനും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നന്മയ്ക്കും അകത്ത മനുഷ്യൻ്റെ ശക്തീകരണത്തിനും ധ്യാനിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാവിലെ സമയം വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള 1, 2, 3 അധ്യായങ്ങളിലുള്ള പഠനം ഞങ്ങൾക്ക് ആരംഭിക്കുവാൻ കൃപ ചെയ്തു. ബേസിക്കായി ഞങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു. കർത്താവേ, യോഹന്നാൻ ഒറ്റയ്ക്കായപ്പോൾ ദൈവം വെളിപ്പാട് കൊടുത്തെങ്കിൽ, ദൈവ സന്ദേശം പകർന്നെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിലും അത് ദൈവം തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. അങ്ങയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് പ്രാപിപ്പാൻ, അങ്ങയെക്കുറിച്ചുള്ള ആലോചന പ്രാപിപ്പാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവർക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പഠനത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു ആത്മീയ മാറ്റങ്ങൾ വരും ദിവസങ്ങളുണ്ടാകുവാൻ, ദൈവം അവരോട് ശക്തമായി ഇടപെടുവാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ വിഷയങ്ങളുടെ മേലൊക്കെ സ്വർഗീയമായ പരിഹാരം അവിടെ നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിന് അഡ്മിനായി സ്തോത്രം. അടിയനെയും സമർപ്പിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. തുടർന്നുള്ള ദിവസങ്ങളിലെ ചിന്തകൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം. ദൈവകൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ 8 മണിക്ക് നമ്മുടെ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. വിശേഷിയാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇത് വളരെ സ്തോത്രം പോരാട്ടം നിറഞ്ഞ ഒരു പഠന മേഖലയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ഒറ്റ സന്ദേശം പറഞ്ഞ് സ്തോത്രം വിട ചൊല്ലുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഓർക്കുക, ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്, ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെടുമ്പോൾ വേദനിക്കരുത്, ഒറ്റപ്പെടുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവശബ്ദം കേൾക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.